ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫ്രൈഡേ ഉച്ചൻ്റെ ശേഷം തൊട്ടിട്ട് നൈറ്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്താണ് ഇറങ്ങിച്ചുള്ളത്, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ ഇറങ്ങിച്ചുള്ളത്. കാരണം നമ്മൾക്ക് കഴിഞ്ഞ 2 ഫ്രൈഡേയ്സിലും ഇതുമാതിരി പുറത്തിറങ്ങാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീ ആണ്. അപ്പം നമ്മളിങ്ങനെ മെല്ലെ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോകാനായിട്ടുള്ളത് എമിമോൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, അതിനായിട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള അന്തല്ലൂസ് മാളിൽ നിന്നാണ് കേട്ടോ കുട്ടീൻ്റെ മുടി എപ്പോഴും നമ്മൾ കട്ട് ചെയ്യാറുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഹെയർ കട്ട് ചെയ്യുക അവിടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് അവിടെ തന്നെയാണ് കണ്ടിന്യൂസ്ലി എമിമോൻ്റെ ഹെയർ കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 3 മണി 3:30 ആയിട്ടുണ്ട്. അപ്പോൾ എമിമോൻ്റെ ഹെയർ പെട്ടെന്ന് തന്നെ വളരും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മളിവിടെ വന്നിട്ടൊന്ന് ജസ്റ്റ് ഹെയർ ഷേപ്പ് ചെയ്തിട്ട് പോവാറുണ്ട്. അപ്പോൾ നാളെ ലാലിന് റിയാദിലേക്കും പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരത്തെ വീട്ടിൽ പോകണം എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് തന്നെ നമ്മളെ ഇറങ്ങിച്ചുള്ളത്. അങ്ങനെ നമ്മളിതാ മുകളിലത്തെ ഫ്ലോറിൽ പോയിട്ട് അവിടെയാണ് ഹെയർ കട്ട് ചെയ്യുന്ന സലൂണുള്ളത് കേട്ടോ. ഇവിടുന്ന് ഹെയർ കട്ട് ചെയ്യുമ്പോൾ എമിമോന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഹെയർ കട്ട് ചെയ്ത് കഴിയുന്നത് വരെ എമിമോനിക്ക് അവിടെ ഇരുന്നിട്ട് കാർട്ടൂൺസൊക്കെ കാണാം. കുട്ടികളുടെ സലൂൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരുന്ന് ഹെയർ കട്ടിങ്ങൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്യാനും സമ്മതിക്കാറുണ്ട്. അപ്പോൾ എമിമോൻ്റെ ഹെയർ കട്ടിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ ഒരാളാണ് എമിമോൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യം ചെയ്ത് തരൽ തൊട്ടപ്പുറത്തുള്ള ഒരു ബ്ലൂ ടീഷർട്ട് ഇട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്ന് ആൾ ഓൾറെഡി വേറൊരു കുട്ടിൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനും സമയമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് എമിമോൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് വേറൊരാളാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമുക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് ആളായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ആളെ തന്നെയാണ് വെയിറ്റ് ചെയ്യുക. ആളുടെ വർക്ക് കഴിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആളെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യിക്കുക. അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിട്ട് തന്നെ ഹെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ മീൻ്റെ തലയിൽ ഹെയർ കളറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെർമനൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് കുളിക്കുമ്പോൾ അത് പോവും. കുട്ടികൾക്ക് വെറുതെ ഒരു സന്തോഷത്തിനായിട്ട് അവർ ചെയ്യുന്നതാണത്. അപ്പോൾ എമിമോന് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഹെയർ കട്ടിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് എവിടേക്കും പോകാനൊന്നുമില്ല, മാളിലൊന്നും എവിടെയും കറങ്ങാനില്ല. ഇനി ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു കോഫിയോ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കോഫി ഷോപ്പിൽ നോക്കിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ നല്ല അടിപൊളി ഫ്രോക്കുകളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചപ്പോൾ ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്നിങ്ങനെ വീഡിയോ എടുത്ത നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്രോക്സുകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ വന്നിട്ടുള്ള സ്റ്റാർബക്സിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കോഫി എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്ന പാടന്നെ എമിമോന് ഇതാ എനിക്ക് ഇഷ്ടമായിട്ടുള്ള 2 ലോലിപോപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാനായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം വിശപ്പുണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ഉടനെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് കോഫി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലാലു ഇതാ ഒരു കോൾഡ് കോഫി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് രണ്ടും വാങ്ങിച്ച് നമ്മളിനി നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വേറെയും 1-2 പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മോളിൽ കറങ്ങാനായിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. എമ്മിൻ്റെ ഹെയർ കട്ട് ചെയ്ത് ജസ്റ്റ് കോഫിയും ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക്. നമ്മൾ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൾഡ് കോഫിയും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് പോന്നു. ഇനി പോകാനുള്ളത് ഭരതിലേക്കാണ്. അവിടെയും നമുക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നാട്ടിലിപ്പോൾ നല്ല മഴയൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മാക്കൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക്. അപ്പോൾ എമ്മിമോനിങ്ങനെ ഉമ്മാനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നും രാവിലെയാണ് കേട്ടോ ഉമ്മാക്ക് വിളിക്കുക. അപ്പോൾ ഫ്രൈഡേ ആകുമ്പോൾ നമ്മൾ എണീക്കാനൊക്കെ ലേറ്റാണ്. അതുകൊണ്ട് തന്നെ ഉമ്മാക്കൊക്കെ വിളിക്കുന്ന ആ ഒരു ടൈമിലും നല്ല വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ എമ്മിക്കുട്ടി ഇതാ അമ്മമാക്ക് വാങ്ങിച്ചിട്ടുള്ള ജ്യൂസും കോഫിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറേ സമയം 1-2 അങ്ങനെ വർത്താനം പറഞ്ഞു. ഞങ്ങളും അങ്ങനെ കുറച്ച് സമയം ബലത്തിലെത്തോളം അമ്മാനെ വെച്ചിങ്ങനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മൾ ഏകദേശം ബലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഈ ബലത്തേക്ക് ഈ ഒരു ഈവനിങ് ടൈമിൽ വരാനായിട്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയും അതുപോലെ അതിൻ്റെ മുന്നത്തെ ആഴ്ചയൊക്കെ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ബലത്തിലേക്ക് പോകാനായിട്ട്. പക്ഷെ അന്നൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ വേറെ എന്തൊക്കെയോ പരിപാടിയോട് നമുക്കിങ്ങനെ പോകാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു.
അപ്പം ഇന്ന് എന്തായാലും ബലത്തിലേക്ക് പോകണമെന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതാ ബലത്തിലെത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ താഴെ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് വണ്ടി പാർക്ക് ചെയ്യാറുള്ളത്. ഒട്ടയ്ക്ക് ബിൽഡിംഗ് എന്നാട്ടോ ഇതിന് പറയുക. നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി താഴേക്ക് പോവുകയാണ്. അതിനിടയിൽ ലാലുവിനൊരു ഫോൺ വന്നപ്പോൾ ലാലു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമി മോൻ ഇതാ അതിൻ്റെ ഇടയിലേക്ക് ടോയ് വേണമെന്ന് താഴേക്ക് പോവാത്തെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലാവണില്ലായിരുന്നു. അങ്ങനെ വാശിപ്പിടിച്ച് അവിടെ ഇരുന്നിട്ട് അങ്ങനെ കരയാണ് കേട്ടോ. അങ്ങനെ പിന്നെ താഴേക്ക് വന്ന് ഒരു ടോയിൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയി ആദ്യം മോൻക്ക് ടോയ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. പോകാനാകുമ്പോഴത്തേനും ടോയ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഓനക്ക് എന്താ പറയുക ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുവരേക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള. പിന്നെ നമ്മൾ വിചാരിച്ചു അത് വാങ്ങിക്കൊടുക്കാറില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. ടോയ് കുട്ടികളല്ലേ, ഓൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാലും ഓൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ടോയ് ഷോപ്പിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗണ്ണാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഹാപ്പി ആയിട്ട് ഇത് അതും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു ഷോപ്പിലേക്കായിരുന്നു. സിൽവറിൻ്റെ റിംഗ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ലാലുവിന് റിംഗ് വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നു. അങ്ങനെ ഇതാ ലാലു അവിടെ നിന്ന് ഇങ്ങനെ റിങ്ങൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതിനിടയിൽ ഇതാ എമി മോൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. നേരത്തെ വാങ്ങിക്കൊടുത്തിട്ടുള്ള ടോയ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വേറെ ടോയ് വേണം എന്നാണ് കേട്ടോ പറയണത്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ റിങ്ങൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊരു റിങ്ങൊക്കെ സെലക്ട് ചെയ്ത് നമ്മളത് ചെറുതാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് എമി മോനും കൂടി ഒരു റിങ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ നോക്കിയ ഷോപ്പിൽ എമിക്ക് വലിപ്പമുള്ള റിങ് ഇല്ലായിരുന്നു. അപ്പം അതിന് തൊട്ടപ്പുറത്തുള്ളൊരു ഷോപ്പിൽ നമ്മളിതാ എമി മോനും കൂടി ഒരു റിങ് അങ്ങനെ നോക്കി അതും ചെറുതാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രണ്ടാക്കി എടുത്തിട്ടുള്ള റിങ്ങും സൈസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സൈസ് കറക്റ്റ് ആക്കി തരാം, കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഇതിനിടയിൽ ഇതാ എമി മോൻ ഇങ്ങനെ ലാലുവിനെ ഭയങ്കരമായിട്ട് സോപ്പിടലാണ് കേട്ടോ. കാരണം നേരത്തെ ടോയ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വാങ്ങിക്കൊടുത്തുള്ള ഗണ്ണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വേറെ ഗണ്ണ് വാങ്ങിത്തരണം എന്നുള്ളതാണ് ആളുടെ ആവശ്യം. അപ്പം അതിനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ലാലുവിനെ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഗോൾഡിൻ്റെ ഷോപ്പ് കൂടെ പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാദസരത്തിന് ചെറിയതായിട്ടൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗോൾഡിൻ്റെ ഈ ഒരു ഷോപ്പിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വേറെ മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലയിൻ്റ് ഉള്ളത് റെഡിയാക്കി അവൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. രണ്ടുള്ള റിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി അതിന് ശേഷം എന്താ എമ്മി മോന് നമ്മളതൊരു വാച്ചും കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വാച്ചൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എമ്മി മോനെ മോതിരം വാച്ചൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ചു തരാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. ഇതിനിടയിൽ നമ്മൾ വേറെ ടോയും കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് വാങ്ങിക്കൊടുത്തിട്ടുള്ള ടോയാണത്. അങ്ങനെ ഇതാ ഗണ്ണും വെച്ചിട്ട് എല്ലാവരും ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവിടെ ഓൻ്റെ പോലെ തന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓലെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ച് കളിക്കായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പാദസരം ശരിയാക്കാനായിട്ട് കൊടുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ വെയിറ്റ് ചെയ്യണത് കേട്ടോ. കുറച്ചധികം സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയമായപ്പോഴത്തേന് എമിമോൻക്ക് ആകെ ബോറടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിലേക്ക് പോവാൻ എനിക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറയായിരുന്നു കേട്ടോ, ആൾക്കാകെ ചടച്ചിട്ട്. പിന്നെ അതാ നമ്മുടെ പാസാരം കിട്ടിയപ്പോൾ ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ്. അതിനിടയിൽ ഇതാ നമ്മൾ ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും നമ്മൾ കേക്ക് വാങ്ങിക്കാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൂടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എമ്മിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു കേക്ക്. അപ്പോൾ അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകണം മുന്നേ നമുക്കിനി ഫുഡും കൂടെ വാങ്ങിക്കാനുണ്ട്. എമ്മിമോന് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണല്ലോ, അതുകൊണ്ട് തന്നെ എമ്മിമോൻ്റെ ഇന്നത്തെ ഉച്ചയുറക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആൾക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ വണ്ടി നമ്മളിത് അവിടെ പാർക്ക് ചെയ്തിട്ട് ലാലും എമ്മിയും കൂടെ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരികയാണ്. അതിനിടയിൽ എമ്മിക്കുട്ടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാസ്കറ്റ് റോബിൻസ് കണ്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീംസാണ് ഇവിടെ ഉണ്ടാവുക. എമ്മിക്കുട്ടിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ബാസ്കറ്റ് റോബിൻസിലെ ഐസ്ക്രീംസൊക്കെ. അപ്പോൾ അതാ അവിടുന്ന് ഐസ്ക്രീം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എമ്മി മോനെ വണ്ടിയിലാക്കിയിട്ട് ലാലു തൊട്ടപ്പുറത്തുള്ള കടയിൽ തന്നെയാണ് ഫുഡ് വാങ്ങിക്കാൻ പോണത്. ലാലു ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. എമ്മി മോനിതാ വണ്ടിയിൽ നിന്നിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ലാലു വന്നിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതാ ഇത്രയേ ഉള്ളൂ. വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.